സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂർക്ക കൃഷിയെക്കുറിച്ചാണ്. കൂർക്കയുടെ കൃഷി തുടങ്ങാൻ നമുക്ക് ഒന്നോ രണ്ടോ ചെറിയ കൂർക്ക കിഴങ്ങുകൾ വേണം. നമ്മൾ കറി വെക്കാനായിട്ട് വാങ്ങിക്കുന്ന കൂർക്ക കിഴങ്ങുകൾ മതി കൃഷി ചെയ്യാനായിട്ട്. ഇന്ന് ഞാൻ കാണിക്കുന്നത് കൂർക്കയുടെ തലപ്പാണ് കൃഷി ചെയ്യുന്നത്. ഞാനിവിടെ ടെറസിലാണ് കൂർക്കയൊക്കെ കൃഷി ചെയ്യുന്നത്. അതായത് ഗ്രോ ബാഗിൽ, ചെടിച്ചട്ടികളിൽ, തക്കാളി പെട്ടിയിലൊക്കെയാണ് കേട്ടോ ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തല നുള്ളിയിട്ട് എങ്ങനെ ഗ്രോ ബാഗിൽ നടുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ തക്കാളി പെട്ടിയിൽ നട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഇതിലുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ നല്ല കരുത്തുള്ള തല നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഗ്രോ ബാഗിലോട്ട് നട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുമ്പും ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അത് വീണ്ടും വീണ്ടും അതിൽ ചുറ്റുഭാഗത്ത് നിന്നും പുതിയ തളിർപ്പുകളൊക്കെ പിന്നെയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് നടാനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ഗ്രോ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് കൃഷി ചെയ്ത ഒരു ഗ്രോ ബാഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് തന്നെയാണ് വീണ്ടും ഞാൻ നടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ രീതിയിൽ കുറച്ച് പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ പറമ്പിൽ നിന്നും ടെറസിൽ നിന്നും മുറ്റത്തു നിന്നും ഒക്കെ അടിച്ച് വാരണ ഉണങ്ങിയ കരിയിലകളൊക്കെ ഇതുപോലെ എടുത്ത് വെക്കാറാണ് ചെയ്യാറ്. എന്നിട്ട് ഗ്രോ ബാഗിലോട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കും. ഞാനിവിടെ ഏതൊരു കൃഷി ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഉണങ്ങിയ കരിയിലകൾ നിറച്ചതിന് ശേഷമാണ് പൊട്ടി മിക്സൊക്കെ ഇട്ട് കൊടുക്കാറ്. കൂടുതലും ഉണങ്ങിയ കരിയിലയാണ് ഞാനിവിടെ ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ പച്ചില വളങ്ങളും ഇട്ട് കൊടുക്കുക. മുറ്റത്ത് നിന്നും പറമ്പിൽ നിന്നൊക്കെ പറിച്ച് കളയുന്ന കളകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഇനി പൊട്ടി മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടി മിക്സായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള മണ്ണാണ് കൂർക്കയുടെ കൃഷിക്ക് അത്യാവശ്യം. ഇത് കൂടാതെ നമ്മൾ കൂർക്കയുടെ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ഇതുപോലെ ഇളക്കമുള്ള മണ്ണ്, പിന്നെ നന്നായി കിട്ടണം, നനവ് വേണം, അതുപോലെ നന്നായി സൂര്യപ്രകാശവും കിട്ടണം. ഈ 3 കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് നല്ലതുപോലെ കൂർക്കയുടെ വിളവും ഉണ്ടായി കിട്ടും. ഈ പോട്ടി മിക്സിൽ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, അതുപോലെ കുറച്ച് ചാരവും ചേർത്ത് ഇളക്കി റെഡിയാക്കി വെച്ച പോട്ടി മിക്സാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഗ്രോ ബാഗിലോട്ട് നിറച്ചത്. നല്ല പോലെ നമുക്ക് ഇതുപോലെ ചുറ്റിലും ഈ പൊട്ടി മിക്സ് ആക്കി നല്ലപോലെ ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ കരിയിലയും അവിടെ കിടന്ന് നല്ല പൊടി പോലുള്ളൊരു കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും. നമ്മുടെ ചെടികൾക്ക് വേരോടാനൊക്കെ വളരെ നല്ലതാണ് ഈ ഉണങ്ങിയ കരിയില 3/4 ഭാഗത്തോളം നിറച്ച് കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ടെറസിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഗ്രോ ബാഗൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കാനൊന്നും തീരെ വെയിറ്റ് ഉണ്ടാവില്ല. നമുക്ക് എവിടേക്കും ഇത് എടുത്ത് വെക്കാം. ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല. ഈ കരിയില പൊടിഞ്ഞ് നല്ലൊരു വളം ആവുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ കൂർക്കയുടെ തല നുള്ളി എടുത്തതാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഗ്രോ ബാഗും ചട്ടിയിലൊക്കെ നട്ട് പിടിപ്പിക്കാറ്. ഈ അടിഭാഗത്തുള്ള ഈ ഇലകളൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലോട്ടിങ്ങനെ നട്ട് കൊടുക്കുകയാണ്. ഈ കൂർക്കയുടെ തലപ്പുകൾ നമുക്ക് കുത്തനെ നിർത്തിയും നടാം, കിടത്തിയും നടാം. അപ്പോൾ ഞാൻ ഈ 2 കുത്തനെ നിർത്തിയിട്ടാണ് കേട്ടോ നടുന്നത്. ഒരു ഗ്രോ ബാഗിൽ 3ഓ 4ഓ തലപ്പുകളൊക്കെ നുള്ളി നട്ടു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയും നടാൻ നമുക്ക്. അതുപോലെ തന്നെ കിടത്തിയിട്ടും ഇതിനെ നടാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 2 ഞാൻ ഇതുപോലെ കുത്തനെ നിർത്തിയാണ് നട്ട് കൊടുത്തത്. ഇനി ചെരിച്ച് കിടത്തി നടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഈ തണ്ട് ഭാഗം ഇങ്ങനെ അടിയിലോട്ട് മണ്ണിലോട്ട് ഇങ്ങനെ വേരൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ മണ്ണിലോട്ട് ഇറക്കിയതിന് ശേഷം ഈ തലഭാഗം ഉണ്ടല്ലോ അത് മാത്രം മണ്ണിലേക്ക് ആക്കാതെ ഇങ്ങനെ നിർത്തുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊട്ടുകളിൽ നിന്നൊക്കെ പുതിയ പുതിയ കിളിർപ്പുകളും വരും. അതിൽ നിന്നൊക്കെ വേരുകൾ വന്ന് അതിലൊക്കെ കിഴങ്ങുകളും ഉണ്ടാവും ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ.
ഒരു ഗ്രോ ബാഗിൽ ഒരു 3-4 കൂർക്കയുടെ തണ്ടുകളൊക്കെ നട്ടാൽ മതി. നല്ല ചൂടും വെയിലും ഉള്ള സമയമാണെങ്കിൽ ഇതിനെ ഒരു തണലത്തേക്ക് മാറ്റി വെക്കണം. എന്നിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുത്ത് ഇതിനെ ഒരു ഷെയ്ഡ് ഭാഗത്തോട്ട് മാറ്റി വെക്കുകയാണ്. ഈ ചെടി ഇതിൽ പിടിച്ചൊക്കെ വന്നതിന് ശേഷം നമുക്ക് വെയിലത്തോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ കൂർക്കത്തണ്ടുകൾ നട്ടു കൊടുക്കാറ്. ഇതുപോലെ ചെടി വളർന്ന് 1.5 മാസം ആവുമ്പോൾ ആദ്യത്തെ വളം ചെയ്യാം. ചെടിയുടെ ചുവടൊക്കെ നല്ലതുപോലെ ഇളക്കി ചുവട്ടിലേക്ക് വളം ഇട്ട് കൊടുക്കാം. വളമായിട്ട് ഞാനിവിടെ ചാണകപ്പൊടിയും ചകിരിച്ചോറുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ആട്ടിൻ കാഷ്ടമോ കോഴി വളമോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതെടുക്കാം. ചാണകപ്പൊടി കൂർക്ക കൃഷിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സാധാരണ പോട്ടി മിക്സും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിവിടെ സാധാരണ നമ്മൾ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന പോട്ടി മിക്സും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഈ ചാണകപ്പൊടിയും ചകിരിച്ചോറും ഈ പോട്ടി മിക്സും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചകിരിച്ചോറ് ഇട്ട് കൊടുത്താൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു തണുപ്പ് എപ്പോഴും അതിൻ്റെ ചുവട്ടിലുണ്ടാവും. എപ്പോഴും നല്ല നനവ് വേണ്ട ഒരു ചെടിയാണ് കൂർക്ക കൃഷി. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇത് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഞാനിപ്പോൾ ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായത് കൊണ്ട് തന്നെ തറഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ, വേരിങ്ങനെ മുകളിലോട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ വേരിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ ഈ റെഡിയാക്കി വെച്ച വളം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ട് ഈ തക്കാളിപ്പെട്ടിയിൽ കൂർക്കയുടെ തണ്ടുകളൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വള്ളിയായിപ്പോയി ഇതിൻ്റെ മുകളിലോട്ട് ഈ തണ്ടുണ്ടല്ലോ, ഈ തണ്ടിൻ്റെ മുകളിലോട്ടൊക്കെ ഈ റെഡിയാക്കി വെച്ച പൊട്ടി മിക്സ് ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ തലഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. തലഭാഗം ഇങ്ങനെ മുകളിലോട്ട് ആക്കി വെച്ച് ഈ തണ്ടിലൊക്കെ ഇട്ട് കൊടുത്താൽ ഈ മണ്ണ് വീണ ഭാഗത്ത് നിന്നൊക്കെ പുതിയ പുതിയ തളിർപ്പുകളും ഉണ്ടാവും. അതിൻ്റെ താഴേക്ക് പുതിയ വേരുകളും ഉണ്ടാവും. ആ വേരുകൾ ഉണ്ടായ ഭാഗത്തെല്ലാം നിറയെ കൂർക്ക വിത്തുകളും നമുക്കുണ്ടായി കിട്ടും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ നമ്മൾ ഈ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ തണ്ടുകളുടെ ഈ മുകളിൽ വേണം ഇടാനായിട്ട്. ഇത് ഓരോ 30 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ മണ്ണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മണ്ണ് എത്ര കൂടുതൽ ഇടുന്നുവോ അതിനനുസരിച്ച് നമുക്ക് കൂർക്കയുടെ വിളവ് കൂടുതൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ തണ്ടുകളൊക്കെ മുറിച്ച് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ നട്ട് കൊടുക്കാം. ഗ്രോ ബാഗിലൊക്കെ നട്ട് പിടിപ്പിക്കുമ്പോൾ അതിന് സീസണൊന്നും നോക്കേണ്ട കാര്യമില്ല. നന്നായി നനവും വെയിലും കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതുപോലെ കൂർക്ക ചെടിക്ക് കാര്യമായ കീടശല്യം ഒന്നും കാണാറില്ല. എന്തെങ്കിലും കാണുകയാണെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുത്താൽ മതി. 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്കിതിൻ്റെ വിളവ് എടുക്കാനായിട്ട് സാധിക്കും. ഈ കൂർക്കത്തണ്ടിൽ ചെറിയ ചെറിയ പൂക്കളുണ്ടാവും. അതിൻ്റെ ഇലകൾ ചെറിയ മഞ്ഞ നിറം വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇത് വിളവെടുത്ത് തുടങ്ങാം. ഇതിൻ്റെ വിളവെടുപ്പൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.